ഹലോ, വെൽക്കം ടു CC Plus. എൻ്റെ പേര് സുമിത. അപ്പോൾ SSLC പരീക്ഷ വരാനായിട്ട് പോവുകയാണ് അല്ലേ? അപ്പോൾ മാർച്ചിൽ എല്ലാവരും ആ SSLC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും. അപ്പോൾ 2021 ഒരു ബയോളജിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ പഠിച്ചതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണോ, എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്നൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കാനും കൂടി പറ്റും. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മാച്ച് ദ ഫോളോവിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഒരു പെയർ റിലേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫീമെയിൽ സിൽക്ക് വർം മോത്ത് ഏതാണ്? ബോംബൈ കോൾ എന്നുള്ളതാണ് ഫീമെയിൽ സിൽക്ക് വർം മോത്തിന്റെ വേർഡ് പെയർ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോ സൈവ് കാറ്റിന്റെ പെയർ റിലേഷൻ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് വരുന്നത്? സൈറ്റോൺ എന്നുള്ളതാണ് അതിന്റെ പെയറായിട്ട് വരുന്നത്. സൈറ്റോൺ എന്നുള്ളതാണ് അതിന്റെ പെയറ്, മറന്നു പോകരുത്. ചിലപ്പോൾ ഈ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മറന്നു പോകരുത്. രണ്ടാമത്തെ നോക്കിക്കേ, കറക്റ്റ് ദ മിസ്റ്റേക്ക് ഇഫ് എനി ഇൻ അണ്ടർലൈൻഡ് പാർട്ട് ഓഫ് ദ ഗിവൻ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതിനകത്ത് 3 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ഏത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പാർട്ട് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന് കറക്റ്റ് ആയിട്ടുള്ളത് തന്നെയാണോ എന്നുള്ളതാണ്. ഫസ്റ്റ് നോക്കിക്കേ, ദ ലെയർ വിച്ച് ഹാസ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ഈസ് കോൾഡ് ആസ് റെറ്റിന. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ് അല്ലേ? ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉള്ള ലെയർ ആണ് റെറ്റിന എന്ന് പറയുന്നത്. യെല്ലോ സ്പോട്ട് ഈസ് ദ പാർട്ട് ഓഫ് ദ റെറ്റിന ഹാവിംഗ് നോ വിഷൻ. യെല്ലോ സ്പോട്ട് ആണോ? അല്ല. അവിടെ വരേണ്ടത് എന്തായിരുന്നു? ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ് വരേണ്ടത് അല്ലേ? ഇവിടെ യെല്ലോ സ്പോട്ട് എന്നല്ല വരേണ്ടത്, പകരം വരേണ്ടത് ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ്. ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ് വരേണ്ടത്. അപ്പോ ഇതാണ് ഇതിനകത്തുള്ള റോങ് പെയർ എന്ന് പറയുന്നത്. The aperture seen in the center of the iris is called as pupil. That is also a correct one. ചിലപ്പോൾ ഇതിനകത്ത് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാലും ഒന്നിൽ കൂടുതൽ മിസ്റ്റേക്സും കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു മിസ്റ്റേക്ക് ഐഡന്റിഫൈ ചെയ്തു, പിന്നീട് അതിനകത്ത് മിസ്റ്റേക്ക് ഇല്ല എന്ന് കരുതി വിടരുത്. എല്ലാ സ്റ്റേറ്റ്മെന്റും കൃത്യമായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം വേണം അടുത്തതിലേക്ക് പോകാനായിട്ട് കേട്ടോ. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ, ഐ ബ്രെയിൻ. അപ്പൊ എന്താണ് ഈ എക്സ് ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെൻസറി നെർവ്, മോട്ടോർ നെർവ്, മിക്സ്ഡ് നെർവ്, ഇന്റർ ന്യൂറോൺ. എന്താണ്? സെൻസറി നെർവ് ആണ് അല്ലേ? ഐയിൽ നിന്നും ബ്രെയിനിലേക്ക് പോകുന്നത് എന്താണ്? സെൻസറി നെർവ് ആണ് അല്ലെ? അത് സെൻസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോ സെൻസറി നെർവ് ആണ് വരുന്നത്. എന്താണ് മോട്ടോർ നെർവ്? എന്താണ്? മോട്ടോർ നെർവ് എന്താണ്? ആ സിഗ്നൽസിനെ തിരിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ആര്? മോട്ടോർ നെർവുകൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ബ്രെയിൻ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ആക്ഷൻ ഇപ്പൊ കയ്യിലാക്കിയാണെങ്കിൽ കൈ തിരിച്ചു വലിക്കാനാണെങ്കിൽ അങ്ങോട്ടേക്ക് തിരിച്ച് സിഗ്നൽസിനെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് മോട്ടോർ നെർവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ മൂന്നാമത്തതിന്റെ ആൻസർ സെൻസറി നെർവ് എന്നുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇതിനകത്ത് AB എന്ന് പറയുന്നത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഇത് എന്താണ്? ഇവിടെ ഓൾറെഡി ലേബൽ ചെയ്തിട്ടുണ്ട്, നൈട്രജൻ ബേസ് ആണെന്നുള്ളത് അല്ലെ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഒരു ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരുന്നതാണ്? ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് ഒരു നൈട്രജൻ ബേസും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും അതേപോലെ ഒരു പെൻഡോസ് ഷുഗറും കൂടെ വരുന്നതാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? ശരിക്കും ഇതൊരു ന്യൂക്ലിയോടൈഡ് ആണ് അല്ലെ? ന്യൂക്ലിയോടൈഡ്. അപ്പൊ ഇതിനകത്ത് A ഏതാണ്, B ഏതാന്നുള്ളതാണ്. A എന്ന് പറയുന്നത് ഏതാണ്? ഇത് ഫോസ്ഫേറ്റ് ആണ്. ഫോസ്ഫേറ്റ് ആണ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ്. B എന്ന് പറയുന്നത് ഏതാണ്? ഷുഗർ ആണ്. ഷുഗർ ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇത് മൂന്നും കൂടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി ഇതെന്താണെന്ന് ചോദിച്ചാൽ ഈ മുൻ ലേബൽ ചെയ്തിട്ട് വാട്ട് ഈസ് ദിസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്? ഇതൊരു ന്യൂക്ലിയോടൈഡ് ആണ് അല്ലെ? ന്യൂക്ലിയോടൈഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹിന്റ് ഓൺ ദ തിയറി ഓഫ് എവല്യൂഷൻ ഈസ് ഗിവൺ ബിലോ. അപ്പൊ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് തിയറികൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു ഹിന്റ് പറഞ്ഞിരിക്കുകയാണ്. കെമിക്കൽ സബ്സ്റ്റൻസസ് ലൈഫ് ഇൻ സീ വാട്ടർ. ഇത് ഏതാണ്? കെമിക്കൽ സബ്സ്റ്റൻസസും ലൈഫ് ഇൻ സീ വാട്ടർ ഏതാണ്? ഐഡന്റിഫൈ ദ തിയറി. ഓൾറെഡി ഇവിടെ കെമിക്കൽ എന്നുള്ളൊരു ടേം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ദിസ് ഇസ് കെമിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്ന തിയറിയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. കെമിക്കൽ എവല്യൂഷൻ ആണ്. അപ്പൊ എവല്യൂഷൻ പഠിക്കുമ്പോൾ കുറെ തിയറികൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് വരുന്ന കെമിക്കൽ എവല്യൂഷൻ തിയറിയാണ് നമ്മളിവിടെ ഈ ക്വസ്റ്റ്യനിൽ എഴുതേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് എൻസൈം ഈസ് കോൾഡ് as ജനറ്റിക് സിസേഴ്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ജനറ്റിക് സിസേഴ്സ്
ത്രോംബോപ്ലാസ്റ്റിൻ വരുന്നുണ്ട്, ലൈസോസൈം വരുന്നുണ്ട്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വരുന്നുണ്ട്, ലൈഗേസ് വരുന്നുണ്ട്. അപ്പോ ത്രോംബോപ്ലാസ്റ്റിൻ, അപ്പൊ ഇത് ഓരോന്നും ഏതാണെന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് ക്ലോട്ടിങ്ങുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതല്ല. യഥാർത്ഥേതാണ് ലൈസോസൈം. ലൈസോസൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ലൈസോസൈംസ് എന്ന് പറയുന്നത്. ഡൈജഷൻ അല്ലെ. ഡൈജഷൻ ആണ് നമ്മുടെ ബോഡിയിൽ വരുന്ന അൺവാണ്ടഡ് ആയിട്ട് വരുന്നതിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ലൈസോസൈം, അല്ലെങ്കിൽ അവര് സൂയിസൈഡൽ ബാഗ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ആൾക്കാരാണ്. പിന്നെ വരുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് അല്ലെ. അപ്പൊ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് എന്താണ് കട്ട്സ് മേടിയാനായിട്ട് സഹായിക്കുന്നത്. ആരാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് ആണ് കട്ട് മേടിയാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് എന്തറിയപ്പെടുന്നത്? ജനറ്റിക് സിസേഴ്സ് എന്നറിയപ്പെടുന്നത്. ഇനി വരുന്നത് ലൈഗേഴ്സ് ആണ്. ലൈഗേസ് എന്താണ്? ലൈഗേസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആൾക്കാരാണ്. അവരറിയപ്പെടുന്നത് എന്താണ്? സൂച്ചേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. സൂച്ചേഴ്സ് അല്ലെ, തയ്യലിടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരാണ് ലൈഗേസ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് എൻസൈം ഈസ് കോൾഡ് ആസ് ജനറ്റിക് സിസ്റ്റർ എന്നുള്ളതിന്റെ ഉത്തരം ഏതാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. ഏതാണ് ആൻസർ വരുന്നത്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. Name the plant hormone which control the ripening of leaves and fruits. Name the plant hormone which control the ripening of leaf and fruit. Which ഏത് പ്ലാന്റ് ഹോർമോൺ ആണ് റൈപ്പനിങ്ങിന് സഹായിക്കുന്നത്? ഏതാണ്? എത്തിലീൻ ആണ് അല്ലെ. എത്തിലീൻ ആണ് റൈപ്പനിങ്ങിന് സഹായിക്കുന്നത്. നമ്മൾ ഒരുപാട് ഹോർമോൺസിനെ കുറിച്ച്, ഓക്സിൻ, ഗിബെർലിൻ, അങ്ങനെ ഒരുപാട് ഹോർമോൺസുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, റൈപ്പനിങ്ങിന് സഹായിക്കുന്നത് ഏതാണ്? എത്തിലീൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. അടുത്തത്, വിച്ച് എമോങ് ദ ഫോളോവിങ് ഈസ് ദ കറക്റ്റ് പെയർ റിലേറ്റഡ് ടു മലേറിയ? അപ്പൊ മലേറിയ എന്ന് പറയുന്ന ഒരു ഡിസീസ് അല്ലെ, അതൊരു പ്രോട്ടോസോവൽ ഡിസീസ് ആണ് അല്ലെ. മലേറിയൽ പാരസൈറ്റ് ആണ് ഡിസീസ് ഉണ്ടാക്കുന്നത്. പ്ലാസ്മോഡിയം അല്ലെ, പ്ലാസ്മോഡിയം ആണ് അതിന്റെ കോസേറ്റീവ് ഏജന്റ് ആയിട്ടുള്ള പ്രോട്ടോസോവ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ കോസേറ്റീവ് ഏജന്റിനെ കുറിച്ച് ചോദിക്കുകയാണ് അല്ലെ. അത് ശരിക്കും പറഞ്ഞാൽ ഇതാരാണ്? വെക്ടർ ആണ് അല്ലെ. വെക്ടർ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഫൈലേറിയൽ വേം ആണോ? അല്ല അല്ലെ, പ്ലാസ്മോഡിയം ആണ് വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതല്ല എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തതും ഫൈലേറിയൽ വേം തന്നെയാണ് വന്നിരിക്കുന്നത്, ഇതുമല്ല. ഇനി പ്ലാസ്മോഡിയം, ഇത് രണ്ടും പ്ലാസ്മോഡിയം. അനോഫിലസ് മോസ്കിറ്റോ ആണോ ക്യൂലെക്സ് മോസ്കിറ്റോ ആണോ എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. അപ്പൊ ഇതിനകത്ത് ഏതാണ്? അനോഫിലസ് അല്ലെ. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ് ആണ് എന്തുണ്ടാക്കുന്നത്? മലേറിയ എന്ന് പറയുന്ന ഡിസീസ് കോസ് ചെയ്യുന്നത്. അതിന്റെ കോസേറ്റീവ് ഏജന്റ് ആരാണ്? പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവയാണ്. കോസേറ്റീവ് വെക്ടർ ആരാണ്? ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ് അതിന്റെ വെക്ടർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ക്യൂലെക്സ് വരുന്നുണ്ട്, അതേപോലെ ഏഡിസ് ഈജിപ്ഷി. ഈ രണ്ട് മോസ്കിറ്റോസിനെ കൂടി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അതെന്തൊക്കെ വരുത്തുന്നതാണ്? ഇതിനകത്ത് ഈ ഫൈലേറിയൽ വേമിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫൈലേറിയൽ വേം എന്താണ്? മന്ദരോഗം. എലഫന്റിയാസിസ് അല്ലെങ്കിൽ ഫൈലേറിയാസിസ് എന്ന് പറയുന്നത് മന്ദരോഗമാണ്. ആ മന്ദരോഗം ഉണ്ടാക്കുന്ന ആളാണ് ഫൈലേറിയൽ വേം എന്ന് പറയുന്നത്. അത് പരത്തുന്നത് മോസ്കിറ്റോ ആണ് കേട്ടോ. അപ്പം ക്യൂലെക്സ്, ഏഡിസ് ഈജിപ്ഷി ഒക്കെ എന്താണ്? ഈ ഫൈലേറിയൽ ഡിസീസ് ഒക്കെ പരത്തുന്ന തരം കൊതുകുകളാണ്. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ് പ്ലാസ്മോഡിയം ഡിസീസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെയിം ദ പ്രോട്ടീൻ പ്രസന്റ് ഇൻ ദ എപ്പിഡെർമിസ് ഓഫ് ദ സ്കിൻ ദാറ്റ് പ്രിവെന്റ് ദ എൻട്രി ഓഫ് ജേംസ്. ഏതാണ്? കെറാറ്റിൻ ആണ് അല്ലെ. കെറാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ് ഈ സ്കിന്നിൽ പ്രസന്റ് ആയിട്ടുള്ളത്. എപ്പിഡെർമിസ് എന്ന് പറയുന്നത് ഔട്ടർ ലെയർ ആണ്. അപ്പോൾ ഔട്ടർ ലെയറിൽ പ്രസന്റ് ആയിട്ടുള്ള ജേംസിന്റെ എൻട്രി പ്രിവെന്റ് ചെയ്യുന്ന പ്രോട്ടീന്റെ പേര് കെറാറ്റിൻ എന്നുള്ളതാണ്. അടുത്തത്, വിച്ച് എമോങ് ദ ഫോളോവിങ് ഈസ് എ പ്രോട്ടീൻ ദാറ്റ് മെയ്ഡ് ത്രൂ ജനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് വൈറൽ ഡിസീസസ്. അതിനകത്ത് ഇന്റർഫെറോൺസ് വരുന്നുണ്ട്, ഇൻസുലിൻ വരുന്നുണ്ട്, എൻഡോർഫിൻ വരുന്നുണ്ട്, സൊമാറ്റോട്രോപ്പിൻ വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് വിച്ച് ഓഫ് ദ പ്രോട്ടീൻ എന്നുള്ളതാണ് അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ പ്രോട്ടീൻ ദാറ്റ് മെയ്ഡ് ത്രൂ ജനറ്റിക് എഞ്ചിനീയറിംഗ്. അപ്പൊ ഇതിനകത്ത് സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത് എന്താണ്? ഹോർമോൺ ആണ്. ഇൻസുലിൻ എന്ന് പറയുന്നത് ഹോർമോൺ ആണ്. എൻഡോർഫിൻ. ഇനി ഇതിനകത്ത് നോക്കിക്കേ, ഈ ഇന്റർഫെറോൺ എന്ന് പറയുന്നതാണ് എന്ത് വരുന്നത്? ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ മോഡിഫൈ ചെയ്ത് വൈറൽ ഡിസീസസിന്, അതായത് ശരിക്കും ഇന്റർഫെറോൺസിന്റെ റോൾ എന്താണ്?
ഒരു സെല്ലിനെ ഒരു വൈറസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തൊട്ടടുത്ത സെല്ലുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന സബ്സ്റ്റൻസസ് ആണ് ഇന്റർഫെറോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും എന്താണ്, വൈറൽ ഡിസീസിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് ഇന്റർഫെറോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോട്ടീൻ ഏതാണ്? ഇന്റർഫെറോൺസ് ആണ്. അതാണ് കൃത്യമായിട്ട് വരുന്ന ആൻസർ. ഇനി അടുത്ത നോക്കിക്കേ, സിംറ്റംസ് ഓഫ് എ ഡിസീസ് ഇസ് ഗിവൺ ബിലോ. ഏതൊക്കെയാ വന്നേക്കുന്നത്? ലോസ് ഓഫ് മെമ്മറി, ഇൻഎബിലിറ്റി ടു റെക്കഗ്നൈസ് ദ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, ഐഡന്റിഫൈ ദ ഡിസീസ്, വാട്ട് ഈസ് ദ കോസ് ഓഫ് ദിസ് ഡിസീസ്. ഏതാണ്? അൽഷിമേഴ്സ് ആണ് അല്ലെ? അൽഷിമേഴ്സ് ആണ് ഡിസീസ് എന്ന് പറയുന്നത്. മെമ്മറി ലോസ് ഉണ്ടാകുന്നു, അതേപോലെ ആളുകളെ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. കണ്ടീഷൻ ഏതാണ്? അൽഷിമേഴ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ അൽഷിമേഴ്സ് ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇൻസോലുബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് ബ്രെയിനിലെ അക്യൂമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഡാമേജ്, അങ്ങനെ ഡാമേജ് ഉണ്ടാകുന്നു, അതുകൊണ്ടുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ കോസ് ഓഫ് ദ ഡിസീസ്? എന്താണ്? ഇൻസോലുബിൾ പ്രോട്ടീൻ അക്യൂമുലേഷൻ ഇൻ ദി ബ്രെയിൻ. അതാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത്. അപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇതേപോലെയുള്ള പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എക്സാമിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് പരീക്ഷയാവാൻ നിൽക്കുന്നതിന് മുന്നേ തന്നെ നേരത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി വെക്കാനായിട്ട് പറ്റും. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുമ്പോൾ മറ്റുള്ള ഒരു ആൻസർ കറക്റ്റ് ആവുമ്പോൾ മറ്റുള്ള ആൻസേഴ്സ് എന്തുകൊണ്ട് റോങ് ആയി എന്ന് അറിഞ്ഞു വെച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുള്ളൂ കേട്ടോ. CC+ല് പുതിയതായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എക്സാം റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരോടും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ നല്ല മാർക്കോടുകൂടി SLC പാസ്സാവാനായിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ ഇത്തരം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുറേ ക്ലാസ്സസും അതേപോലെ വീഡിയോസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ പുതിയ വീഡിയോസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടനോടെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത ഒരു റിവിഷൻ വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക് യു.